എവരിവൺ. സോ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു വൈകുന്നേരം സമയം ഇപ്പോഴും 7-8 മണിയാകാറായി. ആൻഡ് എൻ്റെ വൈകുന്നേരം ഇപ്പോഴാണ് തുടങ്ങണത്. സോ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പണി കഴിഞ്ഞ് ഇറങ്ങുമ്പം കാർ കയറുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. ബട്ട് ദ തിങ് ഇസ്, ഞാൻ കീ എടുക്കാൻ വേണ്ടി ബാഗിൽ കൈയിട്ട സമയത്ത് താഴെ ഐസുള്ളത് ഞാൻ കണ്ടില്ല. ഈവൻ ഞാൻ വിൻ്റർ ബൂട്ട് ഇട്ടുണ്ടായി. ഞാൻ അടിപൊളിയായിട്ട് അടിച്ച് വീണു, ലൈക്ക് ഫുള്ളി വീണു. അപ്പം ആ കാര്യം ഞാൻ ഇങ്ങോട്ട് മറന്നുപോയി. അങ്ങനെ പിന്നെ വണ്ടിയിലൊക്കെ കയറി വീട്ടിലെത്തി ഞാനൊരു ചായ ഉണ്ടാക്കി ആ ഒരു ഇതങ്ങോട്ട് തീർത്തു. സോ ഞാൻ വിചാരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് ഉറങ്ങുന്നത് വരെയുള്ള വീഡിയോ എടുക്കാമെന്ന്. എപ്പടി? സോ വെൽക്കം ടു മൈ വ്ളോഗ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിക്കും, അല്ലെങ്കിൽ ഞാൻ കുളിക്കാൻ ലേറ്റാക്കും, മടിയാകും എനിക്ക്. ഇന്നലെ ഞാനൊരു ഷാമ്പൂ പോയി വാങ്ങി. ഞാൻ കുറേ നാളത്തെ ഇതുകൾ നോക്കി ഒരു ഷാമ്പൂ പോയി വാങ്ങി. ഇറ്റ് സേസ് ഇറ്റ്സ് ഹൈഡ്രേറ്റിംഗ്, ബട്ട് നോ, ഇറ്റ്സ് നോട്ട് ഹൈഡ്രേറ്റിംഗ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ പക്ഷെ നല്ല വേണം. ബട്ട് മേ ബി എൻ്റെ ഹെയറിൻ്റെ ആയിരിക്കാം, ഹെയർ യൂസ് ചെയ്ത് ഇതിൻ്റെ ആയിരിക്കും. ഞാൻ ഹെയർ മാസ്ക്, ഹെയർ കണ്ടീഷണർ, ഷാമ്പൂ ഒക്കെ ഇട്ടു, ബട്ട് ഇറ്റ്സ് ഫ്രിസി. ഒന്നൊന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാറുണ്ട്. അങ്ങനെ ബൂമായിട്ടിരിക്കുന്നു. കാണുമ്പോൾ കുറേ കട്ടിയുണ്ടെങ്കിലും ആക്ച്വലി അത്ര കട്ടിയില്ല. അപ്പം ഞാൻ ഈ ചായ കുടിച്ചിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ എൻ്റെ കുളി കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് സ്കിൻ കെയർ ആവാം. കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള സ്കിൻ കെയർ. കുറച്ച് ടോണർ, ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാവായിട്ടുള്ള മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ, ചിലർക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റങ്ങൾ വരും. എൻ്റെ സ്കിന്നിന് അങ്ങനെ യാതൊരു വിധ മാറ്റങ്ങൾ എന്ത് സാധനം ഉപയോഗിച്ചിട്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെയിൽ കൊണ്ടാൽ ഞാൻ ഡള്ളാകും, അതെനിക്കറിയാം. അതിലപ്പുറം പിന്നെ ഞാൻ നാട്ടിലുള്ള സമയത്ത് അടുക്കളയിൽ പോയിട്ടിങ്ങനെ ഫ്രിഡ്ജും തുറന്ന് പാലിൻ്റെ പാട, പിന്നെന്താ പറയുക, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് കലക്കിയൊരു സൂത്രം ഉണ്ടാക്കി മുഖത്ത് അങ്ങോട്ട് തേക്കുമായിരുന്നു. അപ്പം എനിക്കൊരു സന്തോഷം തോന്നും. അപ്പം അങ്ങനെ ചെയ്യാറില്ല, ബട്ട് ഇടയ്ക്കിട്ട് ഇപ്പം കുറച്ചായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് അണ്ടർ ഐ ക്രീം സെറം, കുറച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇല്ലെങ്കിലും നോ വൺ ഈസ് എന്താ പറയുക ഫോഴ്സിങ് യു. ഓക്കെ, ഇതിൻ്റെ ഈ ലോട്ടസ് ഇതിന് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി അപ്പം നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിരിക്കുന്നു. ഇത്ര ഉള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം, അല്ലാണ്ട് മുഖത്തിന് വലിയ ഇതിങ്ങനെ ആ ക്രീം കുറച്ച് നേരം അവിടെ ഇരിക്കും. എനിക്ക് വേറൊരു കാര്യം, ഇത് നമ്മുടെ പാടുകൾ കേട്ടോ, ഇത് കളർ പോകുന്നുണ്ട് മുഖത്തോട് കുഞ്ഞികൾ. അവിടെ കുറച്ചേരം ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇത് ഞാൻ വീണതാണ്, ഇത് ഞാൻ പൊള്ളിയതാണ്, ഇതെനിക്ക് പൊള്ളിയതാണ്, ഇത് കുരു വന്നതാണ്. പല വിധത്തിൽ പല പാടുകൾ.
എനിക്ക് മുടി ഒന്ന് ശരിയാക്കി എടുക്കണം. കണ്ടോ, മുടി ഒന്ന് ശരിയാക്കണം, ഒന്ന് എന്തെങ്കിലും ചെയ്യണം. ആൻഡ് അതിന് മുന്നേ നമുക്ക് പോയിട്ട് കുറച്ച് ഡ്രസ്സ്, അലക്കിയിട്ട തുണികൾ ഞാനൊരു ബെഡിന് മുകളിൽ ഡംപ് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. ഈ ലൈറ്റ് അടിക്കുമ്പോൾ എൻ്റെ പിരിക്കും ഭയങ്കര ലൈറ്റായ പോലെ, ബട്ട് ആക്ച്വലി കുറച്ച് കട്ടിയുണ്ട്. ലൈറ്റിൻ്റെ നമുക്ക് പോയിട്ട് തുണികൾ മടക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് മുടി സെറ്റാക്കാം. ഓക്കെ, ഇത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. മുടി മടക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി മുടി നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് സ്റ്റേക്ക് ആൻഡ് വെജീസ് ആണ് ഡിന്നർ. അപ്പം ഞാൻ പോയിട്ട് വെജീസ് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നാളെ രാവിലത്തേക്കുള്ള ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അക്കാര്യം ഓർമ്മ വന്നത്. സോ ലെറ്റ്സ് മേക്ക് ഓവർനൈറ്റ് ഓട്സ്. സ്വല്പം പ്രോട്ടീൻ പൗഡർ, oats, chia seed, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ ഗ്രീക്ക് യോഗേർട്ടോ ഫ്രൂട്ട് യോഗേർട്ടോ, നമ്മുടെ സാധാ തൈരല്ല, യോഗേർട്ടല്ല, ഫ്രൂട്ട് ഫ്ലേവറിലൊക്കെ ഉള്ള സാധനം ഉണ്ടാവില്ലേ, അതിടാം. ഇത് ഭയങ്കര ഇപ്പം ലൂസാണ്, കുറച്ച് ടൈറ്റ് ആയിക്കോളും, കുറുകും. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വയ്ക്കാം. ആൻഡ് അത് നമുക്കിനി രാവിലെ എടുത്ത് കഴിച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ട കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എൻ്റെ മുടി ചെയ്തു, ഭയങ്കര മാറ്റം എന്ന് പറയാം. എൻ്റെ കുറച്ചൊന്ന് ഒതുങ്ങിക്കിട്ടി. ഇതിപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പല്ലൊക്കെ തേച്ച് പോയി കിടന്ന് ഉറങ്ങാനായിട്ടില്ല, കുറച്ച് ലാപ്ടോപ്പിൽ കുറച്ച് പരിപാടീസൊക്കെ നോക്കണം. അതൊക്കെ നോക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങും. സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും 3 മണി പണിക്ക് പോകേണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു പല്ലൊക്കെ തേച്ച് പോയി കിടന്നുറങ്ങാമെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.